സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലെയും അതോടൊപ്പം തന്നെ 86 മുനിസിപ്പാലിറ്റികളിലെയും അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതാ മേയർമാർ ആണ് ചുമതലയേൽക്കാൻ തയ്യാറെടുക്കുന്നത്. മുനിസിപ്പാലിറ്റികളിൽ 44 അധ്യക്ഷ സ്ഥാനങ്ങൾ വനിതകൾക്കും 6 എണ്ണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 1 എണ്ണം പട്ടികവർഗ വിഭാഗത്തിനുമാണ് സംവരണം ചെയ്തിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ മേയർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ പോകുമ്പോൾ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം കടക്കുന്നത്. ആരാകും കേരളത്തിലെ മേയർമാർ? 6 കോർപ്പറേഷനുകൾ ആര് ഭരിക്കും എന്ന കാത്തിരിപ്പിലേക്കാണ് പോകുന്നത്. അതിൽ ഇതാ മേയർ തെരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നു. 10:30 തന്നെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കൗൺസിലർമാരുടെ യോഗം ആരംഭിക്കുകയാണ്. അതിനുശേഷം ആണ് മേയറെ തെരഞ്ഞെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ആരംഭിക്കുന്നു. ഒപ്പം 10:30 ഒരു മത്സരത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതേസമയം ഉച്ചയ്ക്ക് ശേഷമാണ് ഡെപ്യൂട്ടി മേയർമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് 2:30 ഇവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ ഡെപ്യൂട്ടി മേയർമാരുടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നിലനിൽക്കുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണാധികാരികൾക്കുമൊക്കെ ഇപ്പോൾ പരാതി ചെന്നിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളാണ് രാഷ്ട്രീയ കേരളം ഇപ്പോഴും ഉറ്റുനോക്കുന്നത്. കാരണം ചരിത്രത്തിലാദ്യമായി BJPക്ക് കേരളത്തിൽ ഒരു മേയർ ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ ഒരു കോർപ്പറേഷൻ അവർ ഭരിക്കാൻ തയ്യാറെടുക്കുന്നു. അവിടെ 20 അംഗങ്ങൾ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയെന്ന ഒരു പരാതി നിലനിൽക്കുന്ന പശ്ചാത്തലം ഉണ്ട്. നിലവിലെ കണക്കുകൾ അനുസരിച്ച് 50 സീറ്റുകളിൽ ആണ് മേയർമാർ വിജയിച്ചു നിൽക്കുന്നത് BJPക്ക്. അതിൽ 20 പേരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കുകയോ അത് സ്റ്റേ ചെയ്യുകയോ ചെയ്താൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അതിനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു. എന്തായാലും 10:30 ആരംഭിക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിലൊരു തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്തു തന്നെയായാലും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം 2:30 നടക്കുന്നത്. ഒപ്പം ഇനി മുനിസിപ്പൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്, അവിടെയും രാവിലെ 10:30 തന്നെയാണ് മുനിസിപ്പൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ഇടം എന്നത് തൃപ്പൂണിത്തറ തന്നെയാണ്. അവിടെയും BJP അവിടെ മുനിസിപ്പാലിറ്റിയുടെ അധികാരത്തിൽ എത്തുമോ എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. വൈസ് ചെയർപേഴ്സണെ തീരുമാനിക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം 2:30. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിനം പ്രധാനമായും ഈ വാർത്തയിൽ തന്നെയാണ് നിൽക്കേണ്ടതായി വരുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ ഉണ്ടാകുമോ, വോട്ട് നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, തിരുവനന്തപുരം ആണ് ഇന്നത്തെ ഫോക്കസ് എന്നത്. തിരുവനന്തപുരത്ത് 3 സ്ഥാനാർത്ഥികൾ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അതായത് തിരുവനന്തപുരത്തിന്റെ മേയർ ആകാൻ പോകുന്നത് VV രാജേഷ് ആണ് എന്ന് പൊതുവെ നമുക്ക് വിലയിരുത്താം. കാരണം 101 സീറ്റുകളുള്ള 101 ഡിവിഷനുകൾ ഉള്ള തിരുവനന്തപുരത്ത് 100 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്, വോട്ടെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 50 സീറ്റുകളിൽ വിജയക്കൊടി പാറിക്കാൻ BJPക്ക് സാധിച്ചു എന്നതുകൊണ്ട് തന്നെ മേയറായി VV രാജേഷ് തെരഞ്ഞെടുക്കപ്പെടും എന്നതിൽ സംശയമൊന്നുമില്ല. എന്തായാലും വളരെ മുതിർന്ന നേതാവ് എന്നത് അദ്ദേഹത്തിന് ആനുകൂല്യമായി മാറി. ഒപ്പം പരിചയ സമ്പത്ത് എന്നത് അദ്ദേഹത്തിന് ഗുണകരമായി മാറി. ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് എന്നതും RSSന്റെ കൃത്യമായ ഒരു ഇടപെടൽ VV രാജേഷിന് വേണ്ടി ഉണ്ടായി എന്നതുമാണ് തിരുവനന്തപുരത്ത് VV രാജേഷ് എന്ന പേരിലേക്ക് അവസാനം എത്തിയത്. നേരത്തെ ശ്രീലേഖ പോലെയുള്ളവരുടെ പേരുകളടക്കം പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു പശ്ചാത്തലം നമുക്ക് മുന്നിൽ ഉണ്ട്. IPS എന്ന ലേബൽ അവർക്ക് വലിയ തോതിൽ ഗുണകരമാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഈ IPSകാരിയായ ഒരാൾ തിരുവനന്തപുരത്തിന് മേയറായിരിക്കുന്നു എന്നത് ഉയർത്തിക്കാണിക്കാൻ BJPക്ക് സാധിക്കും എന്നതൊക്കെ സൂചനകളായി വന്നുവെങ്കിലും ഏറ്റവും ഒടുവിൽ VV രാജേഷിലേക്ക് തന്നെയാണ് എത്തിയത്. തിരുവനന്തപുരത്ത് UDFും ഇത്തവണ സ്ഥാനാർത്ഥിയെ കളത്തിൽ ഇറക്കുന്നുണ്ട്. അത് KS ശബരിനാഥൻ ആണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസും UDFും നേരിട്ടത്. മേയർ സ്ഥാനാർത്ഥി വിജയിച്ച പശ്ചാത്തലത്തിൽ മത്സരത്തിനൊരുങ്ങുന്നു, മത്സരത്തിന് അവർ തയ്യാറാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. നമുക്കറിയാം, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ UDFിനോ കോൺഗ്രസിനോ ഒന്നും മേൽക്കൈ നേടാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. ഒപ്പം തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിനുമുണ്ട് സ്ഥാനാർത്ഥി. അതായത്
ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല എങ്കിൽ അത് തെറ്റായൊരു സന്ദേശം നൽകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CPIM തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. അത് RP ശിവജിയാണ്. അങ്ങനെ 3 പേർ മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റൊരു ഡേറ്റ കൂടി ഒന്ന് പരിശോധിച്ച് പോകേണ്ടത് തിരുവനന്തപുരത്തെ കണക്കുകളാണ്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, തിരുവനന്തപുരത്തെ കണക്കുകൾ 101 ഡിവിഷനുകൾ ഉള്ള കോർപ്പറേഷനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ്. മറ്റ് 5 കോർപ്പറേഷനുകളിലും ഇത്രയും അംഗസംഖ്യയില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ NDA 50 സീറ്റുകളിൽ വിജയിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ VV രാജേഷ് വിജയമുറപ്പിക്കുന്നു. സ്വതന്ത്ര 2 പേർ കൂടിയുണ്ട്. ഇവരുടെ വോട്ട് ആർക്ക് എന്നത് ഇന്നത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാകും. അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ NDAക്കാണ് വളരെ കൃത്യമായി ഇവർ ഇടം നൽകാൻ പോകുന്നത്. 2 സ്വതന്ത്രർ ഇടം നൽകാൻ പോകുന്നത്. അതിൽ രാധാകൃഷ്ണനും സുധീഷും എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് ഈ വോട്ടെടുപ്പിൽ പ്രധാനപ്പെട്ടതായി മാറുന്നു. ഇനി അടുത്ത ഡേറ്റയിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇടതുമുന്നണി ഒപ്പം UDF ഇവർ 2 പേരും ഒരുമിച്ച് നിന്നാൽ പോലും കാര്യമായ ഒരു കരുത്ത് പ്രകടമാക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. LDFന് 29 പ്രതിനിധികൾ ആണ് ഉള്ളത്. അവിടെയാണ് ശിവജി മത്സരരംഗത്തേക്ക് എത്തിയിട്ടുള്ളത്. UDFനാകട്ടെ 19 പേർ ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് നില വലിയ തോതിൽ മെച്ചപ്പെടുത്താൻ സാധിച്ചു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അധികാരത്തിനടുത്ത് എത്താവുന്ന ഒരു അംഗസംഖ്യയിലേക്ക് എത്തിയിട്ടില്ല. മാത്രവുമല്ല ഏതെങ്കിലും തരത്തിലുള്ള ധാരണകൾ ഉണ്ടാകുന്നില്ല എന്ന് വളരെ കൃത്യമായി തന്നെ CPIM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും നിലപാട് സ്വീകരിച്ചു. പലപ്പോഴും നമുക്കറിയാം BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ സഖ്യം തന്നെ രൂപപ്പെട്ടത് എന്നത് അറിയാം. കേരളത്തിന് പുറത്ത് CPM-ഉം CPI-യും കോൺഗ്രസും എല്ലാം കൈകൊടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ തിരുവനന്തപുരത്ത് അതിനില്ല എന്നുള്ളതാണ്. ഇതാ നിയുക്ത മേയർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന VV രാജേഷ് ആണ് ഇപ്പോൾ ദൃശ്യങ്ങളെ കാണുന്നത്. VV രാജേഷ് കോർപ്പറേഷനിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. നിയുക്ത മേയർ ഒരു പക്ഷേ ചരിത്രം എന്ന് തന്നെ നമുക്ക് പറയാം. BJPയുടെ സ്ഥാനാർത്ഥികൾ വിജയക്കൊടി പാറിച്ചപ്പോൾ അവർ പ്രതികരിച്ചത് തന്നെ 5 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു എന്നാണ്. അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് തലസ്ഥാനത്ത് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സ്വീകരിക്കാൻ ഞങ്ങളിൽ ഒരാൾ മേയറായി ഉണ്ടാകും എന്നതായിരുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നതാണ് അംഗീകരിക്കേണ്ടത്. ഒരുപക്ഷെ BJP കണക്ക് കൂട്ടിയ ഒരു വോട്ട് നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറാൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. പ്രത്യേകിച്ച് 25% വോട്ട് ഷെയർ എന്നതായിരുന്നു BJPയുടെ അജണ്ട. അത് 14% എന്നതാണ്. പക്ഷേ തിരുവനന്തപുരത്ത് അതല്ല സാഹചര്യം. തിരുവനന്തപുരം ജില്ലയിൽ 23% വോട്ടുകൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ടിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം എന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ ഫോക്കസ് ആയിരിക്കും. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ ഇവിടെ ഓർക്കേണ്ടത് വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ 5-6 മാസങ്ങൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. BJP അവകാശപ്പെട്ടത് ഇങ്ങനെയൊരു മേയർ ഉണ്ടായാൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുമെന്നാണ്. അങ്ങനെ മോദി എത്തുന്നുവെങ്കിൽ അപ്രതീക്ഷിതമായ പ്രഖ്യാപനങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന ഒരു പശ്ചാത്തലം. നമുക്ക് ആ തെരഞ്ഞെടുപ്പിന്റെ ഡേറ്റകളിലേക്ക് വിശദാംശങ്ങളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. VV അരുൺ ആണ് തത്സമയം ചേരുന്നത്. അരുണിലേക്ക് വളരെ പെട്ടെന്ന് പോകുമ്പോൾ അരുൺ, ഇതാ എല്ലാവരും ഉറ്റുനോക്കുന്നത് തലസ്ഥാനത്തേക്ക് തന്നെയാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിവസവും ഓർമ്മയുണ്ടാകും.